അഭയമായെനിക്കേശു മാത്രം ആയതെനിക്കെന്തോരാനന്ദമേ. ശാശ്വത വിശ്രാമം പ്രാപിക്കുമേ ഞാൻ ആശ്വാസദായകനിൽ. ശാശ്വത വിശ്രാമം പ്രാപിക്കുമേ ഞാൻ ആശ്വാസദായകനിൽ. എന്തോരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. എന്തോരാനന്ദമേ സന്തോഷമേ സന്തതം പാടിടും ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിച്ചുകൊണ്ട് ചില വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. അപ്പോൾ ചില ആളുകൾ പക്ഷപാതക്കാരൻ ആയ ഒരു മനുഷ്യനെ കിടക്കയോടെ എടുത്തുകൊണ്ടുവന്ന് അവനെ അകത്ത് കൊണ്ടുചെന്ന് അവൻ്റെ മുൻപിൽ വെപ്പാൻ ശ്രമിച്ചു. നമ്മൾ ഇവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. യേശു വളരെ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടും വളരെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കപ്പർന്നഹൂമിൽ ഒരു ഭവനത്തിൽ യേശു ഉണ്ട് എന്ന് ഇവർ അറിഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷപാതക്കാരനായ ഒരു രോഗിയെ 4 പേർ കിടക്കയോടെ എടുത്തുകൊണ്ട് ആ ഭവനത്തിൽ, ആ ദൈവം ആയിരുന്നു ആ ഭവനത്തിൽ കടന്നു ചെല്ലുവാൻ അവർ ശ്രമിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ വാതിൽ ചുറ്റും ആ ഭവനത്തിന് വാതിൽ അകത്തോട്ട് കടപ്പാൻ വയ്യാതെ വളരെ ജനക്കൂട്ടത്തെ കാണുവാനിടയായി. അതുകൊണ്ട് അവർക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അത് സുവിശേഷം കേൾപ്പാനോ ദൈവത്തെ അനുഗമിപ്പാനോ വന്ന കൂട്ടരല്ല, പരീക്ഷന്മാരിൽ ചില വ്യക്തികളാണ്. അവർ ഒരു മനുഷ്യരെയും അകത്തോട്ട് വിടാതെ അങ്ങനെ ആ വാതിൽ ദൈവത്തെ വിമർശിപ്പാൻ വന്നിരിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് അകത്തേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ നിന്നപ്പോൾ അവർ ആ കിടക്കയുമായി ആ രോഗിയുമായി ആ ഭവനത്തിൻ്റെ മുകളിൽ കയറി ആ വീടിൻ്റെ ഒരു സൈഡ് പൊളിച്ച് ആ പക്ഷപാതക്കാരനെ ഇറക്കിയതായി കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവമക്കളെ, എത്ര നല്ല വീട്ടുകാരനാ. ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മുടെ വീടോ വല്ലതും പൊളിച്ചാൽ നാം അവരോട് ദ്വേഷിക്കും, അവരോട് പിറുപിറുക്കും, അവരോട് വൈരാഗ്യമായിരിക്കും. എന്നാൽ ഈ വീട്ടുടയവൻ ഒന്നും പറഞ്ഞില്ല. ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നാം ഒന്നുകൊണ്ടും അതിന് നിരാശപ്പെടരുത്. അവരുടെ കുറ്റം ഇവരുടെ കുറ്റം പറഞ്ഞ് നാം ആരെയും ദൈവത്തിൽ നിന്ന് അകറ്റി കളയരുത്. ആമേൻ. അങ്ങനെ നാം പറഞ്ഞാൽ ആർക്കും ദൈവത്തിൽ കടന്നു വരുവാൻ പറ്റുകയില്ല. ആ 4 പേര് ഒത്തൊരുമയുള്ളവരായി അവർക്ക് ഞങ്ങൾക്ക് ആര് ഇന്ന് ശമ്പളം തരും, ഞങ്ങൾക്ക് ആര് പൈസ തരും, ഞങ്ങൾ ഇവനെ ചുമന്നുകൊണ്ട് പോയാൽ ഞങ്ങൾക്ക് എന്താ കൂലി കിട്ടും എന്നൊന്നും നോക്കിയില്ല. വല്ല വിധേനയും ആ പക്ഷപാതക്കാരൻ അവന് സൗഖ്യം വരുവാൻ തക്കവണ്ണം അവർ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് യേശുവിൻ്റെ മുൻപിൽ ആ പക്ഷപാതക്കാരനെ ഇറക്കി വെച്ചു. നമുക്ക് ഈ ദിവസങ്ങൾ ദൈവസന്നിധി ഒരു വ്യക്തികൾ കൊണ്ടുവരാം. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കണമേ. ദൈവനാമം മഹത്വപ്പെടേണമെന്ന് ദൈവം കൃപ തന്നാട്ടെ. പ്രാർത്ഥന കേട്ടിക്കുക. സ്തോത്രം മഹത്വം തിരുമേനിക്ക് അർപ്പിക്കുന്നു. രക്ഷകൻ നന്മയുള്ള നാമം ഉപയോഗിക്കുന്നു. കേൾക്കണം നല്ല പിതാവേ. ആമേൻ.